ഡിയർ ഫ്രണ്ട്സ് വണക്കം. ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ? ഇനി അടുത്തത് മാത്സ് ആണ്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതായിരിക്കാം. ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. എല്ലാ ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ആൻഡ് അവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ എല്ലാം പഠിച്ചവർക്ക് വേണ്ടിയും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതിലുള്ള ഇതൊരു കാര്യം തന്നെ നിങ്ങൾക്ക് വായിക്കാം, ധൈര്യമായിട്ട് കണ്ടോളൂ. ഒരു 30 മാർക്കെങ്കിലും കിട്ടും. അത് അത്രയും കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളെ എന്തായാലും കാണാൻ പറ്റും. കാരണം എല്ലാ ചാപ്റ്റേഴ്സിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാച്ചി കുറുക്കിയ സാധനമാണ്. ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 30 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അഥവാ ഇതിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ എന്തായാലും ഒരു 70% ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും അതേപോലെ തന്നെ ചോദിക്കണം എന്ന് ഉറപ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും പ്രധാനമായിട്ട് ചോദിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഷാമിൽ സാർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതാണെന്ന് വിശ്വസിക്കരുത്. ഇത് വെറും ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിക്കണം. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തത്. ആദ്യത്തത്, show that the function f from r to r defined by f of x equal to 4x is invertible and hence write the inverse of the function. ഇനി ഇവിടെ ഫംഗ്ഷൻ f of x equal to 4x അല്ലാതെ വേറെ ഏത് തന്നിട്ടുണ്ടെങ്കിലും, ചിലപ്പോൾ ഒരു 3x - 2 തരാം, 4x + 3 തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന രീതിയിൽ തരാം. ഏത് വന്നിട്ടുണ്ടെങ്കിലും ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഷോ ദാറ്റ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ് എന്ന് കാണിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. ബൈജക്റ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എന്താണോ ആ ഫംഗ്ഷൻ അങ്ങ് എഴുതി വെക്കുക. 1 1 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 എന്ന് എടുക്കുക. എന്നിട്ട് എഫ് ഓഫ് എക്സ് 4x ആണെങ്കിൽ എഫ് ഓഫ് x1 എന്താ 4x1, എഫ് ഓഫ് x2 എന്താ 4x2. അപ്പോൾ 4x1 = 4x2. രണ്ട് ഭാഗത്തു നിന്നും 4 ക്യാൻസൽ ചെയ്താൽ ദെൻ x1 = x2. അതായത് എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ x1 = x2 എന്ന് അവസാനം കിട്ടിയാൽ എഫ് ഓഫ് എക്സ് ഈസ് ആ ഫംഗ്ഷൻ എന്തായിരിക്കും 1 1 ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. രണ്ടാമത്തത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം. ഓൺ ടു ആണെങ്കിൽ പ്രധാനമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും. എന്താണ് കോഡൊമൈൻ = റേഞ്ച്? ഈ കാര്യമാണ് ഓൺ ടു ആണെങ്കിലുള്ള കണ്ടീഷൻ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോഡൊമൈൻ എഫ് ഫ്രം r to r അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. കോഡൊമൈൻ = r എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ബി ആയിരിക്കും കോഡൊമൈൻ. ഓക്കെ, അപ്പോൾ കോഡൊമൈൻ എല്ലാ റിയൽ നമ്പറും വരാം. എന്നിട്ട് എഫ് ഓഫ് x = 4x എഴുതി. ഫംഗ്ഷനെ നമ്മൾ y എന്നും പറഞ്ഞ് എഴുതാറുണ്ട്. y = 4x എഴുതി. ഇതിനെ നിങ്ങൾ x = എന്ന് പറഞ്ഞ് ആക്കി മാറ്റണം. അത് ഏത് ഫംഗ്ഷൻ തന്നാലും x = എന്ന് പറഞ്ഞ് ആക്കി മാറ്റുക. അപ്പോൾ x = എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഈ 4 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ x = y/4. ഈ y ന്യൂമറേറ്ററിലല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടീഷൻസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. yക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ yക്ക് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ y ക്യാൻ ബി എനി റിയൽ നമ്പർ. അതായത് y എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. റേഞ്ച് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, റേഞ്ചും എന്ത് തന്നെയാണ്, ഏത് റിയൽ നമ്പറും ആകാം. അപ്പോൾ r. അപ്പോൾ റേഞ്ചും ആറാണ്, കോഡൊമൈനും ആറ്. റേഞ്ച് = കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്തായിരിക്കും ഓൺ ടു ആയിരിക്കും. അത് മനസ്സിലാക്കി വെച്ചു. ഇനി ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ? അപ്പോൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ദെൻ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ. എന്താണ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ചോദിച്ചാലോ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ x = എന്ന് പറഞ്ഞൊരു സംഭവം ആക്കി എഴുതി മാറ്റിയിട്ടുണ്ടാവും. x = എന്ന് പറഞ്ഞ് ഈ മാറ്റി എഴുതുന്ന സംഭവം അതെന്തായാലും ഓൺ ടു പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. x = എന്ന് പറഞ്ഞ എഴുതിയ ആ സംഭവത്തിൽ yക്ക് പകരം ജസ്റ്റ് ഒന്ന് x റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ yക്ക് പകരം x കൊടുത്താൽ x/4. അപ്പോൾ ആ x/4 ആയിരിക്കും എന്ത്, ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2 ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 ഒരു മാർക്കിന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതാ നോക്കിക്കും. tan ഇൻവേഴ്സ് 1 + cos ഇൻവേഴ്സ് -1/2 + sin ഇൻവേഴ്സ് -1/2. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 ആണ്. കോസ് ഇൻവേഴ്സ് -x ഫോമിൽ വന്നാൽ π - cos ഇൻവേഴ്സ് x എന്ന് എഴുതാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 ആണെങ്കിൽ π - cos ഇൻവേഴ്സ് 1/2 പ്ലസ്
സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതാം. അതങ്ങനെ തന്നെ ആലോചിച്ച് വെച്ചാൽ മതി. ആൻഡ് അങ്ങനെയാണെങ്കിൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് 1/2 ആകുന്നത് ഏത് ആംഗിൾ എടുക്കുമ്പോൾ π/3. അപ്പോൾ പൈ മൈനസ് π/3 പ്ലസ് മൈനസ് കൂടി മൈനസ് ആയി. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 30. 30 മീൻസ് π/6. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ π/4 വരും. ഇത് നിങ്ങളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2π/3 കിട്ടും. ഇവിടെ π/6. അപ്പോൾ എല്ലാം ഇവിടെ 4 ഇവിടെ 3 ഇവിടെ 6 ഉള്ളത് കൊണ്ട് ഡിനോമിനേറ്റർ ഒക്കെ ഞാൻ ഒരു നമ്പർ ആക്കാൻ പോകണം. ഒക്കെ 12ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ. അപ്പോൾ ഞാനിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 12 ആക്കാൻ. അപ്പോൾ ന്യൂമറേറ്ററിലും 3 ഉണ്ട്. ഇവിടെ 12 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും 4 ഉണ്ട്. ഇവിടെ 12 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ മൊത്തം 12. അപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് നമുക്ക് 3π 2π × 4π 8π 2 × π 2π. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9π/12 കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 3π/4. അപ്പോൾ ഇങ്ങനെ കോസ് ഇൻവേഴ്സ് -1/2 ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. സൈൻ ഇൻവേഴ്സ് -1/2 ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒരു 1 വേർഡിൻ്റെ ആൻസറായി. ഇങ്ങനെ ഒരു 3-4 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ ചെയ്യാനുള്ള രീതിയായി. കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അടുത്തത് മെട്രിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെട്രിക്സിൽ നിങ്ങൾക്കൊരു 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഒരു മെട്രിക്സിന് സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു മെട്രിക്സ് എ സ്ക്വയർ മെട്രിക്സ് അതിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മാക്കി മാറ്റുമ്പോൾ ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ് എന്ന് എഴുതാം. ½ × A + A ട്രാൻസ്പോസ് സിമെട്രിക് മെട്രിക്സും ½ × A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും. ഇനി ആ ചെറിയൊരു ഓപ്പറേഷൻസ് നടത്തിയാൽ മതി. എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. വാട്ട് ഈസ് A ട്രാൻസ്പോസ്? ഇതിൽ റോനെ പിടിച്ച് കോളമാക്കി ചെയ്താൽ കോളത്തെ പിടിച്ച് റോ ആക്കി ചെയ്താൽ ഒന്ന് എഴുതിയാൽ മതി. റോനെ പിടിച്ച് കോളാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോളംസ് ഒക്കെ എന്താവും റോ ആയിക്കോളും. അപ്പോൾ നമുക്ക് 2 - 1 1 2 - 1 1 -2 3 - 2 -3 -3 -2 -4 4 -3 -4 4 -3 അതൊക്കെ. അപ്പോൾ A ട്രാൻസ്പോസ് കിട്ടി. ഇനി എയും A ട്രാൻസ്പോസ് കൂടി ആഡ് ചെയ്യാം. മെട്രിക്സ് ആഡ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ. സെയിം എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 2 + 2 4 -2 + -1 -3 അങ്ങനെ ഇത് രണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഇത് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഹാഫ് മൾട്ടിപ്ലൈ ചെയ്യാം. ഹാഫ് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × ½ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. അതേപോലെ തന്നെ 4 × ½ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. -3 × ½ -3/2 പിന്നെ -3 × ½ -3/2. ഇവിടെ അടിയിലുള്ള ഒരു ലൈൻ കാണുന്നില്ല അല്ലേ. ഇവിടെ -3/2 വരും. ഇവിടെ 1 വരും. ഇവിടെ -3 വരും കേട്ടോ. ഓക്കെ, ഇവിടെ ഇതുള്ളത് കൊണ്ട് ടൂൾ ബാറുള്ളത് കൊണ്ട് കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഞാൻ ശരിയാക്കി തരാം. ആൻഡ് അടുത്ത് നോക്കിക്കോ. A - A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എയും A ട്രാൻസ്പോസും തമ്മിൽ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എയും A ട്രാൻസ്പോസും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അതിനൊരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ ഈ ഇക്വേഷൻ A = ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ്. നിങ്ങൾ ആ ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? ½ × A + A ട്രാൻസ്പോസ് ഓൾറെഡി കിട്ടി. ½ × A - A ട്രാൻസ്പോസ് അതും ഓൾറെഡി കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് 2 + 0 2 -3/2 + -1/2 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ -3 + -1 -4 വരും. -4/2 അപ്പോൾ അതായത് -2. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവസാനം കിട്ടുന്നത് ആ A എന്ന് പറയുന്ന മെട്രിക്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതാണോ A എന്ന് പറയുന്ന മെട്രിക്സ്? നോക്ക്. 2 - 2 -4 -1 3 4 1 -2 -3 കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം കറക്റ്റായി. യു വിൽ ഗെറ്റ് 4 മാർക്ക് ഓർ 3 മാർക്ക്. ഓക്കെ. ആൻഡ് അടുത്തത് ഈ ചോദ്യം അല്ലാതെ എന്തായാലും ചോദ്യപേപ്പർ ഉണ്ടാകില്ല. ഡിറ്റർമിനൻസിൽ നിന്ന് 6 മാർക്കിന് ഷുവർ ആണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണം ഡിറ്റർമിനൻസിൽ നിന്ന്. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു പാറ്റേൺ ചേഞ്ച് ഒക്കെ നടത്തിയിട്ടുണ്ടാകും. സോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പിലുള്ള ചോദ്യം എന്തായാലും ഉണ്ടാകും. എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയ 6 മാർക്കിൻ്റെ ചോദ്യം. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ ലളിതമാണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളിതാ ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കൂടെയുള്ള നമ്പേഴ്സ് ഇല്ലേ, അത് വെച്ചിട്ട് A എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്താൽ 2 - 3 5 2 - 3 5 3 2 - 4 3 2 - 4 1 1 - 2 അതായിരിക്കും A എന്ന് പറയുന്ന മെട്രിക്സ്. ഇങ്ങനെ കുത്തനുള്ള ഈ നമ്പേഴ്സ് ഇല്ലേ 11 -5 -3 അതായിരിക്കും B എന്ന് പറയുന്ന മെട്രിക്സ്. പിന്നെ ഇവിടെ അൺനോൺ ആയിട്ടുള്ള എക്സ് വൈ സെഡ് അത് കുത്തനെ കോളമെട്രിക്സ് ആയിട്ട് ചെയ്ത് അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്. ഓക്കെ, ആ മെട്രിക്സ് എക്സ് വൈ സെഡ്. ഇനി നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്കറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ x = A −1 B എന്നാണ്. എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അൺനോൺ വാല്യൂസ് ആയിട്ടുള്ള എക്സ് വൈ സെഡ് ഫൈൻഡ് ചെയ്യുക. സോൾവ് ചെയ്യണമെങ്കിൽ എക്സ് കണ്ടെത്തണം. എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ് A −1 B. അപ്പോൾ A −1 ഫൈൻഡ് ചെയ്യണം. A −1 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ 1/det A × adjoint.
നാലാമത്തെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമിനൻ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു അതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്യുക. ഇതിന് നേരെയുള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഈ 4 നമ്പറിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 × -2 ചെയ്യും -4 -1 × -4 -4 -4 + 4 എന്താവും 0. അപ്പോൾ ഈ ടേം മൊത്തം 0. രണ്ടാമത്തത് എടുക്കുന്ന സമയത്ത് ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് അതെപ്പോഴും ശ്രദ്ധിക്കണേ. രണ്ടാമത്തതിന് മുമ്പിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ നമ്പർ ചെയ്തു -3. അതിന് നേരെയുള്ള റോ താഴെയുള്ള കോളം ക്യാൻസൽ 3 × -2 -6 -1 × -4 -4 പ്ലസ് 5 × റോ ക്യാൻസൽ കോളം ക്യാൻസൽ പിന്നെ വരുന്നത് 3 × 1 3 -1 × 2 2 അപ്പോൾ 3 - 2 1. ഓക്കെ, അപ്പോൾ 1 × 5 5 കിട്ടും. ഇവിടെ -6 + 4 -2 -2 × 3 എന്ന് പറയുമ്പോൾ -6. അപ്പോൾ ഡിറ്റർമിനൻ്റ് അതിൻ്റെ വാല്യൂ ടോട്ടലി നിങ്ങൾ ചെയ്യുമ്പോൾ -1 ആണ് കിട്ടും. ഇത് പഠിക്കണേ, ഡിറ്റർമിനൻ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ആൻഡ് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് അഡ്ജോയിൻ്റെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം കോഫാക്ടർ മെട്രിക്സ് ഫൈൻഡ് ചെയ്യണം. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ ആക്ച്വലി അഡ്ജോയിൻ്റ് എ എന്ന് പറയുക. അപ്പോൾ അഡ്ജോയിൻ്റ് എ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ ലളിതമാണ്. ആ മെട്രിക്സ് 4 തവണ എഴുതുക. ആദ്യം ആ മെട്രിക്സ് എഴുതി, രണ്ടാമതും ആ മെട്രിക്സ് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് എഴുതി റൈറ്റ് സൈഡിൽ, താഴെ ആ മെട്രിക്സ് ഒന്നുകൂടി എഴുതുക ആൻഡ് ഒന്നുകൂടി അതിൻ്റെ കൂടെ എഴുതുക. എന്നിട്ട് ബൗണ്ടറി എലമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാം. ആ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് ആട്ടോ, അത് 4 തവണ എഴുതുക. ബൗണ്ടറിയിൽ വരുന്ന എലമെൻറ്റ്സ് ഒക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്ന സംഭവം. 2 × -2 -4 മൈനസ് 2 × -2 -4 -1 × -4 അതാണ് -4 -4 എഴുതിയത്. -4 -4 എന്ന് പറഞ്ഞാൽ -4 + 4 0 കിട്ടും. അടുത്തത് -4 × 1 -2 × 3 അപ്പോൾ -4 -6 എന്ന് വരും. -4 + 6 വരും 2. അടുത്തത് 3 × 1 3 -2 × 1 2 3 -2 എന്ന് വരും, അതായത് 1. അടുത്തത് 1 × 5 5 -2 × -3 അതായത് 6 വരും. 5 - 6 -1. അതേപോലെ ഇത് -2 × 2 -4 -5 -9 വരും. ഇത് -3 -2 എന്ന് വരും, -5 വരും. ഇത് 12 -2 × 5 10 12 - 10 എന്ന് പറഞ്ഞിട്ട് 2 വരും. ഇത് 15 -8 അതായത് 23 വരും. ഇത് 4 -9 4 + 9 13 വരും. ഈ കിട്ടിയതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് അഡ്ജോയിൻ്റ്. ട്രാൻസ്പോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? ഈ റോയിലുള്ളത് നേരെ പിടിച്ച് കോളാക്കി എഴുതിയാൽ മതി. റോയിലുള്ളത് കോളാക്കുക, റോയിലുള്ളത് കോളാക്കുക, കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഇക്വേഷൻ പ്രകാരം നിങ്ങൾക്കൊക്കെ കിട്ടി. എക്സ് കാണണമെങ്കിൽ A ഇൻവേഴ്സ് × B. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 / ഡിറ്റർമിനൻ്റ് × അഡ്ജോയിൻ്റ് × B. 1 / ഡിറ്റർമിനൻ്റ് -1 അല്ലേ, അപ്പോൾ 1 / -1 അഡ്ജോയിൻ്റ് എന്താണോ അത് എഴുതി × B. നിങ്ങൾ ഇത് അവസാനം ചെയ്താൽ മതി. ചിലപ്പോൾ ഇവിടെ ഒരു 17 അല്ലെങ്കിൽ 23 അങ്ങനത്തെ വലിയ വലിയ നമ്പേഴ്സ് ഏത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇതും ചെയ്യുമ്പോൾ വലിയ ഫ്രാക്ഷനൊക്കെ വന്ന് നിങ്ങൾ ഉത്തരം തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം അവിടെ മൈൻഡ് ചെയ്യണ്ട, എന്നിട്ട് ഇത് രണ്ടും ചെയ്യാം. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ ഈ റോയും ഈ കോളവും അങ്ങനെയല്ലേ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/3 ആണ്, ഇവിടെ 3/1 ആണ്. അപ്പോൾ ഇതും സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ വരിക 3ഉം 1ഉം, അതായത് 3/1 ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ റോയും ഈ കോളും 0 × 11 0 -1 × -5 5 2 × -3 -6 എല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുക. പ്ലസ് മൈനസ് ഒരുമിച്ച് വന്നിട്ടാണ് -6 എഴുതിയത്. അതേപോലെ ഇവിടെ അങ്ങനെ 2 × 11 -9 × -5 23 × -3 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതേപോലെ 1 × 11 + -5 × -5 + 13 × -3. അപ്പോൾ ആൻസർ -1 -2 -3 എന്ന് കിട്ടും. പുറത്തൊരു നെഗറ്റീവ് ഇല്ലേ, ആ നെഗറ്റീവ് കൊണ്ട് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 3 കിട്ടും. ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. വാട്ട് ഈസ് എക്സ്? XYZ. അപ്പോൾ XYZൻ്റെ വാല്യൂ കിട്ടി 1 2 3. സിമ്പിൾ കാര്യം, X1 Y2 Z3 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. കാര്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിറ്റർമിനൻസിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യട്ടോ, 6 മാർക്ക് ഷുവറാണ്. ഓക്കെ, അടുത്തത് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി വെച്ചുകൊണ്ടുള്ള നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോ ഷുവർ 3 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടാവും. അത് ഈ ചോദ്യം തന്നെ ആകണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഈ ടൈപ്പിലുള്ള വേറെ ഏതെങ്കിലും ഒരു ചോദ്യം. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂയും സെയിം ആയിരിക്കും. അപ്പോൾ 3 എന്ന് പറയുന്ന പോയിന്റിലാണ് അവിടെ ബ്രേക്ക് ചെയ്തത്. അപ്പോൾ 3ന്റെ മുമ്പുള്ളത് എന്തായാലും കണ്ടിന്യൂസ് ആണ്. കാരണം 3x + 1 എന്ന് പറഞ്ഞാൽ 3നേക്കാളും കുറവാകുന്ന സമയത്ത് 3x + 1 ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. x² + 1 ഈസ് ഓൾസോ എ പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ x 3നേക്കാളും കൂടുതലാകുമ്പോൾ x² + 1 പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ 3നേക്കാളും കൂടുതലാകുമ്പോഴും 3നേക്കാളും കുറവാകുമ്പോഴും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ 3 എന്ന് പറഞ്ഞ് അവിടെ കൂടി കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് x = 3. അത് നമ്മളെങ്ങനെ ചെയ്താൽ ലിമിറ്റ് x → 3
3 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സ് 3നേക്കാളും കുറവാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്ക്. എക്സ് 3യോ 3യേക്കാൾ കുറവാണെങ്കിൽ എഫ് ഓഫ് എക്സ് 3x+1 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം 3x+1 കൊടുക്കുക. ഇനി ലിമിറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എക്സിന് പകരം 3 കൊടുത്താൽ മതി. 3 × 3 9, 9+1 = 10. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3, അതായത് എക്സ് 3യേക്കാൾ കൂടുതലാണെങ്കിൽ എക്സ് ടെൻസ് ടു 3 + എഫ് ഓഫ് എക്സ്. അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ എക്സ് 3നേക്കാളും കൂടുതലാണ് ഫംഗ്ഷൻ എന്താ? x² + 1. ഇവിടെ എക്സിന് പകരം 3 കൊടുത്താൽ 3² + 1 9+1 10 കിട്ടും. LHL RHL സെയിം ആണ്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 3 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ നോക്കാം. എക്സ് ഈക്വൽ ടു 3 ആകുമ്പോഴും ഫംഗ്ഷൻ 3x+1 ആണ്. അപ്പോൾ എഫ് ഓഫ് 3 എന്തായിരിക്കും? 3 × 3 + 1, അതായത് 10. അതായത് LHL RHL ആ ഫംഗ്ഷൻ്റെ 3 വാല്യൂം സെയിം ആണ്. അതുകൊണ്ട് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു 3നേക്കാളും കുറവാകുന്ന സമയത്തും 3നേക്കാളും കൂടുതലാകുന്ന സമയത്തും പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് എന്തായാലും കണ്ടിന്യൂസ് ആണ്. 3ലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ. അതിൻ്റെ ഡൊമെയിനിൽ അത് എന്താണ്? എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പം വരുന്നത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും, എന്നിട്ട് ഇവിടെ ഒരു ax+b തരും, അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ തരും, അല്ലെങ്കിൽ ഒരു kx തരും, വേറെ ഏതെങ്കിലും ഒരു വാല്യൂ തരും, എന്നിട്ട് kൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്ത പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ അൺനോൺ വാല്യൂ ഏതാണെന്ന്, അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ, LHL RHL. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് kൻ്റെ വാല്യൂ അല്ലെങ്കിൽ അൺനോൺ ആയിട്ട് തരുന്ന ഏതാണോ അതിൻ്റെ വാല്യൂ ഒക്കെ ഫൈൻഡ് ചെയ്യാം. ആ ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ മാത്രം ഞാൻ ഇവിടെ കാണിച്ചു തന്നല്ലോ. അടുത്തത് ഇതിൽ വരാൻ പറ്റുന്ന ഡിഫറൻഷ്യബിലിറ്റിയിലൊന്നും ക്വസ്റ്റ്യൻ ഏതാ കറക്റ്റ് വരാൻ നമുക്ക് അങ്ങനെയായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബിലി ഈ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു 6 മാർക്കിൻ്റെ ചോദ്യം ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ അധികവും കാണാറുള്ളത് ഈ പാരാമെട്രിക് ഫോമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്ങനെ പാരാമെട്രിക് ഫോം നിങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് ഇങ്ങനെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ, ഇവിടെ തീറ്റയാണ് ഒരു പാരാമീറ്റർ തന്നത്, ഇവിടെയും തീറ്റയാണ് ആ പാരാമീറ്റർ. അപ്പോൾ എക്സും വൈയും പുതിയൊരു പാരാമീറ്ററിൻ്റെ ടേം തന്നു, എന്നിട്ട് dy/dx ചോദിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ തീറ്റയാണല്ലോ പാരാമീറ്റർ, ഇവിടെയും തീറ്റയാണ് പാരാമീറ്റർ. സോ നിങ്ങൾ dx/dθയും dy/dθയും ഫൈൻഡ് ചെയ്യുക. dx/dθ ഫൈൻഡ് ചെയ്യുമ്പോൾ d/dθ ഓഫ് a cos² θ. a കോൺസ്റ്റൻ്റ് അവിടെ നിൽക്കട്ടെ. cos² θ x⁻n ഫോമില. cos² θനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 cos θ (2 - 1), അതായത് 2 cos θ കിട്ടും. പക്ഷേ cos θ ആണല്ലോ x⁻n, അവിടെ എക്സിന് പകരം cos θ ആയതുകൊണ്ട് cos θനെ നിങ്ങൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. cos θനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -sin θ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ തീറ്റനെ പോയി ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ -sin θ അത് കിട്ടി. ആൻഡ് dy/dθ ചെയ്യുമ്പോൾ b കോൺസ്റ്റന്റ് പുറത്ത്, sin² θനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 sin θ. sin θ ആണല്ലോ വന്നത് എക്സിന് പകരം, അപ്പോൾ sin θനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos θ. dy/dx ആണ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഇക്വേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. dy/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് dy/dθ/dx/dθ. ചിലപ്പോൾ ടീൻ്റെ ടേമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ dy/dt/dx/dt. dy/dθ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? b × 2 sin θ cos θ. മറ്റേതോ a × 2 cos θ -sin θ ഉണ്ട് കേട്ടോ. ക്യാൻസൽ ചെയ്യുമ്പോൾ 2 sin θ cos θ ഇവിടുന്ന് രണ്ട് ഭാഗത്തുനിന്ന് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു b ഉണ്ട്, ഇവിടെ ഒരു a ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് മുകളിലോട്ട് ഇട്ടു. ആൻസർ വിൽ ബി -b/a. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതെന്തുകൊണ്ട് പഠിച്ചിരിക്കണം? ഇത് ഇമ്പോർട്ടൻ്റാണ്, കാരണം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും മാറി മാറി വരാം, പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്. വലിയ ചാപ്റ്ററാണ്. ഏത് ക്വസ്റ്റ്യനാണ് കറക്റ്റ് വരിക എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റൂല. എന്നാലും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ആൻഡ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായുള്ള ഒരു സംഭവമാണ് ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെൽ. ചിലപ്പോൾ ഫൈൻഡ് ദ ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്നും ഫൈൻഡ് ദ ഡിക്രീസിങ് ഇൻ്റർവെൽ എന്നും പറയും. ആ ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെലുകൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഇതെന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. കാരണം 7 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഒരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ കാണുന്നത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x - 4 വരും. ഇൻക്രീസിങ് ഇൻ്റർവെൽ ആണെങ്കിൽ നോട്ട് ദ പോയിന്റ്, അവിടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് >0 ആയിരിക്കും, അതായത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ f'(x) >0, 2x - 4 അല്ലേ f'(x), അത് >0 ആകുന്ന എക്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2x >4 വരും, x >4/2 വരും, x ഈക്വൽ ടു അല്ല, x >2. അപ്പോൾ x >2 ആകുന്ന രണ്ടിനേക്കാളും കൂടുതൽ ഏത് എക്സ് എടുത്താലും ഫംഗ്ഷൻ അവിടെ എന്തായിരിക്കും?
ഇൻക്രീസിങ്. അപ്പോൾ ഇൻക്രീസിങ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ രണ്ടിനേക്കാളും കൂടുതലുള്ള ഏത് എക്സ്, അപ്പോൾ നമ്മൾ നമ്പർ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടിനേക്കാളും കൂടുതലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ 2 to ഇൻഫിനിറ്റി അതായിരിക്കും ഇൻക്രീസിങ് ഇൻ്റർവെൽ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതോ അത് ഡിക്രീസിങ് ആയിരിക്കും. വേണമെങ്കിൽ ഇത് f'(x) <0, 2x - 4 <0, അപ്പോൾ x <2 എന്ന് കിട്ടുക. അപ്പോൾ x <2 ആകുന്ന സമയത്ത്, അതായത് -ഇൻഫിനിറ്റി മുതൽ 2 വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ നോട്ട് ദിസ് പോയിന്റ്, ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് അതിൻ്റെ ഡെറിവേറ്റീവ് f'(x) പോസിറ്റീവ് ആയിരിക്കും, >0 ആയിരിക്കും. f'(x) ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. അങ്ങനെ ആകുന്ന ഡൊമൈനിലുള്ള എല്ലാ എക്സുകളും ഡിക്രീസിങ് ഇൻ്റർവെൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇൻ്റർവെലുകളായിട്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്, അത് ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്തത്, ഇൻ്റഗ്രൽസിൽ നിന്നും വലിയ ചാപ്റ്റർ 9 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളത്. ഏത് ക്വസ്റ്റ്യൻസ് കറക്റ്റ് വരുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നാലും നമ്മളുടെ പ്രഡിക്ഷനൊക്കെ കറക്റ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് മോസ്റ്റ് പ്രോബബിലി ഇതും ഈ ഒരു ക്വസ്റ്റ്യനും ഇതൊരു 90% ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ടൈപ്പിൽ പ്രോപ്പർട്ടീസ് വെച്ച് എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിരിക്കണം. അപ്പോൾ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 4 പകരം 3 വരാം, 5 വരാം, 7 വരാം, 6 വരാം. ഇനി sin x ഡിവൈഡഡ് ബൈ sin x പ്ലസ് cos x ആകാം, √sin x ബൈ √sin x പ്ലസ് √cos x ആകാം. ഏത് വന്നാലും ഈ സെയിം ടൈപ്പ് ആൻസർ π/4 ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ പാർട്സ് വെച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ e⁻x sin x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത് sin x, ബിക്കോസ് sin x ഈസ് ട്രിഗണോമെട്രിക്, ഇത് എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ ഹൈലൈറ്റ് പ്രകാരം t കഴിഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് sin x എടുക്കുക. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഭയങ്കര റിസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. ഇൻ്റഗ്രേഷൻ ഒരു നിലക്കും പോകില്ല എന്നുള്ളതാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ളത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് sin x ഇൻറ്റു e⁻x ഇൻ്റഗ്രൽ e⁻x മൈനസ് sin x ഡെറിവേറ്റീവ് cos x e⁻x ഇൻ്റഗ്രൽ e⁻x. ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഒന്നുകൂടി പാർട്സ് വെച്ച് ചെയ്യണം. അപ്പോൾ e⁻x sin x മൈനസ് ഇതിനൊന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos x ഇൻറ്റു, അതായത് ഫസ്റ്റ് ഇൻറ്റു ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ വരും. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻x മൈനസ് വലിയൊരു ഇൻ്റഗ്രൽ ഇടുക, ഡെറിവേറ്റീവ് ഓഫ് cos x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻x, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ മോഡൽ ചെയ്യാം. അപ്പോൾ പുറത്ത് ഇതിവിടെ എങ്ങനെ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഇതിന് i എന്ന് പറഞ്ഞ് കൊടുക്കുകയും വേണം, അത് നിർബന്ധം. ചിലപ്പോൾ ഇത് cos x ഇൻറ്റു e⁻x ചോദിക്കാം, ബട്ട് സെയിം മെത്തേഡ്. ആൻഡ് e⁻x sin x മൈനസ് cos x ഇൻറ്റു e⁻x ഇൻ്റഗ്രൽ e⁻x മൈനസ് കൂടി പ്ലസ് ആവും ഇൻ്റഗ്രൽ. അതായത് മൈനസ് പ്ലസ് ആകുന്നതുകൊണ്ട് cos x ഡെറിവേറ്റീവ് മൈനസ് sin x ഒരു മൈനസ് ഞാൻ പിടിച്ച് പുറത്തിട്ടു. അപ്പോൾ ഡെറിവേറ്റീവ് മൈനസ് sin x മാത്രമേ ഉള്ളൂ എഴുതിയാൽ മതി. e⁻x ഇൻ്റഗ്രൽ e⁻x. അപ്പോൾ ഇങ്ങനെ എഴുതാം. റെഡി? അടുത്ത സ്റ്റെപ്പിൽ e⁻x sin x മൈനസ് cos x e⁻x മൈനസ് കൂടി പ്ലസ് ആക്കി. കാരണം ഇത് i ആയതുകൊണ്ട് എനിക്ക് ഇവിടെ i എന്ന് എഴുതാം. എന്തുകൊണ്ട്? കാരണം ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഇൻ്റഗ്രൽ sin x e⁻x എന്ന് പറഞ്ഞിട്ട് i ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ലേ ഇവിടെയും വരിക. നിങ്ങൾ cos x e⁻x ആണെങ്കിലും സെയിം മെത്തേഡാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്ലസ് i. ഇനി ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ e⁻x sin x മൈനസ് e⁻x cos x മൈനസ് i എന്ന് വരും. കാരണം മൈനസും പ്ലസ് ഐയും മൈനസ് i. ഈ മൈനസ് i ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ i പ്ലസ് i ഈസ് ഈക്വൽ ടു e⁻x sin x മൈനസ് e⁻x cos x വരും. നമുക്ക് എന്താ വേണ്ടത്? ആക്ച്വലി ഐയുടെ വാല്യൂ. അപ്പോൾ അതാ 2i കിട്ടും i പ്ലസ് i. ഈ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ e⁻x/2. ഇവിടെ ഞാൻ e⁻x കോമൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ e⁻x sin x മൈനസ് cos x എന്ന് വരും. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ e⁻x/2 sin x മൈനസ് cos x പ്ലസ് c കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ ഈ ടൈപ്പ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ പറഞ്ഞ ഈ സംഭവം ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പ്രോപ്പർട്ടി ഇങ്ങനെ തന്നെയും ചോദിക്കാറുണ്ട്. ഒരു 1 വേർഡ് ഒക്കെ ആയിട്ടൊക്കെ 0 to f of x dx വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. 0 to f of x dx 0 to f of a minus dx ബോത്ത് ആർ സെയിം, രണ്ടും ഈക്വലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ ഫംഗ്ഷൻ i എന്ന് പറഞ്ഞെടുക്കുക. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് i എന്ന് പറഞ്ഞെടുക്കുക. എന്നിട്ട് ഇതാണ് f of x എന്ന് മനസ്സിലാക്കിയിട്ട് a എന്താ നോക്കുക. 0 to a മുകളിൽ വരുന്ന ഇതാണ് a. അപ്പോൾ a π/2. അപ്പോൾ f of a minus x അതിൻ്റെ ഉള്ളിൽ കൊടുത്താലും സെയിം ആണെന്നാണ് പറഞ്ഞത്. അതായത് 0 to π/2 f of a minus x സെയിമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? f of a minus x എന്താണെന്ന് നോക്കുക. f of a minus x a π/2 ആയതുകൊണ്ട് f of π/2 minus x, അതായത് x ഉള്ള സ്ഥാനത്തൊക്കെ π/2 minus x കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ വരിക നോക്ക്. sin 90 minus x π/2 minus x all raised to 4. ഇവിടെ sin π/2 minus x all raised to 4 cos π/2 minus x all raised to 4. sin 90 minus x എന്ന് പറഞ്ഞാൽ cos x ആണ്, cos 90 minus x എന്ന് പറഞ്ഞാൽ sin x. അത് മറക്കരുതേ, പഠിച്ചിരിക്കണം. sin 90 minus x cos x ആയതുകൊണ്ട് ഇവിടെ cos raised to 4x എഴുതാം, ഇവിടെയും cos raised to 4x എഴുതാം. ഇതിന് പകരം sin raised to 4x എഴുതാം. അപ്പോൾ f of a minus x കിട്ടി. ഈ f of x കൊടുത്താലും f of a minus x കൊടുത്താലും രണ്ടും സെയിം വാല്യൂ ആയിരിക്കും ഇൻ്റഗ്രലിന് കിട്ടുക എന്നാണ് പറഞ്ഞത്.
അപ്പോൾ എഫ് ഓഫ് എ മൈനസ് എക്സ് നിങ്ങൾ ധൈര്യപൂർവ്വം കൊടുത്തോ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുക. ഈ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1+2 ചെയ്യുമ്പോൾ i+i ലെഫ്റ്റ് സൈഡ് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് സെയിം ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. ഞാൻ ഒരൊറ്റ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തെന്നുള്ളൂ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, രണ്ട് ഫ്രാക്ഷൻസ് അല്ലേ, ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ഒരൊറ്റ ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്താൽ പോരെ. പിന്നെ ന്യൂമറേറ്ററിൽ എന്താണോ അതുള്ളത് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ sin raised to 4x + cos raised to 4x ഇത് രണ്ടും സെയിമാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 1 എന്നാൽ പിന്നെ കിട്ടുക നിങ്ങൾക്ക്. അപ്പോൾ ദാ 1 എന്ന് കിട്ടി. അപ്പോൾ 1 dxന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ മതി. 1 dxന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സാണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉള്ളത് കൊണ്ട് അതൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക. ഇവിടെ 0, ഇവിടെ π/2. ഇനി എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക π/2 മൈനസ് എക്സിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക 0. π/2 - 0 എന്ന് പറഞ്ഞാൽ π/2. 2iൻ്റെ വാല്യൂ ആണ് π/2. അപ്പോൾ i എന്തായിരിക്കും ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ /2 ആകും. അതായത് ഇൻറ്റു 1/2 എന്ന് എഴുതിയാലും മതി. അപ്പോൾ π/4 ഈസ് ദ ആൻസർ. ഗോട്ട് ഇറ്റ്? സിമ്പിളാണ്, പഠിച്ചിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് നോക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത് നോക്കാം. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദി എലിപ്സ്. ദിസ് ഈസ് എ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എലിപ്സ് അല്ലെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ, ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. കാരണം ഇതിൽ കൂടുതലായിട്ട് വേറൊന്നും ചോദിക്കാനില്ല. ടെക്സ്റ്റ് ബുക്ക് തന്നെ ആകെ 4-5 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആൻഡ് ഇത് പഠിച്ചിരുന്നു. ഇവിടെ ഏരിയ ഓഫ് എലിപ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? x² / 25 + y² / 16 = 1. ആദ്യം ആ എലിപ്സ് എങ്ങനെയാണ്, എന്താണ് വരുന്നത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. a² വലുത് എന്താണോ അതാണ് നമ്മൾ a² ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ a² 25, അങ്ങനെയാണെങ്കിൽ a5 ആയിരിക്കും. ചെറുത് b², b² 16, അപ്പോൾ b4. ഇത് എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടുള്ള എലിപ്സ്. അതെങ്ങനെ മനസ്സിലായത്? ഈ വലിയ നമ്പർ x² താഴെയാണെങ്കിൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. വലിയ നമ്പർ y² താഴെയാണെങ്കിൽ മേജർ ആക്സിസ് y. അപ്പോൾ എക്സ് ആക്സിസ് മേജർ ആയതുകൊണ്ട് ഇതാ വലിയ ആക്സിസ് വരുന്നത് എക്സിൽ, അതായത് എലിപ്സ് എക്സ് ആക്സിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കും. അതിൻ്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കും a ആയിട്ട് കൊടുക്കുക നമ്മൾ മേജർ ആക്സിസിൻ്റെ. അപ്പോൾ a5 ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ കൊടുക്കേണ്ട പോയിന്റ് 4. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചത് പ്രകാരം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ മാത്രമേ കിട്ടൂ. അതായത് 0, ഇവിടെ 0 അല്ലേ സെൻറ്റർ. 0 മുതൽ 5 വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ ക്വാഡ്രൻറ്റിൻ്റെത് കിട്ടും. ഞാൻ ഈ കേവ്, എന്തായാലും ഇതൊരു കേവ് ആണല്ലോ, ഇതിന് ഞാൻ f(x) എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 0 മുതൽ 5 വരെ നിങ്ങൾ ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ക്വാഡ്രൻറ്റ് കിട്ടും. എലിപ്സിൻ്റെ ഏരിയ മൊത്തം വേണ്ടത് കൊണ്ട് നിങ്ങളൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്തിനാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കാരണം ഇത് 4 സിമെട്രിക് ഷേപ്പാണ്. ഇതിൻ്റെ ഏരിയ എന്ത് തന്നെയാണ്, അത് തന്നെയാണ് ഇതും, അത് തന്നെയാണ് ഇതും, അത് തന്നെയാണ് ഇതും. അപ്പോൾ 4 × 0 to ദാ എക്സ് ആക്സിലെ പോയിൻ്റാണ് എടുത്തത് 0 to 5. അപ്പോൾ ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലായിരിക്കണം. ഇനി ഞാൻ ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ y = f(x) എന്ന് പറഞ്ഞിട്ടാണ് ഇത്. ഞാൻ y = f(x) എന്ന് പറഞ്ഞിട്ട് ഈ x² / 25 + y² / 16 എന്ന് എഴുതുന്നത് ശ്രദ്ധിച്ചോ. ഇതങ്ങോട്ട് പോയി. അപ്പോൾ 1 - x² / 25 എന്ന് വന്നു. എന്നിട്ട് ഈ /16 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 16 × 1 - x² / 25 വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 25 - x² / 25 വരും. ആൻഡ് ഈ സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് ആവും. അപ്പോൾ √16/25 × 25 - x² എന്ന് വരും. അത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടും. 16ൻ്റെ √4, 25ൻ്റെത് 5. അപ്പോൾ ബാക്കി 25 - x² എന്നുള്ളത്, ഇത് ഞാൻ 25 - x² എന്നുള്ളത് 5² - x² എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് f(x)ന് പകരം കിട്ടിയത് 4/5 √5² - x². ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക, കോൺസ്റ്റൻ്റ് ഉള്ളത് പുറത്തിടാം, എന്നിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇത് 5² - x², ഇത് a² - x² ടൈപ്പിലാണ്. എടാ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ √a² - x² dx ആണെങ്കിൽ ദ ആൻസർ ഈസ് x/2 √a² - x² പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a. ഇതാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ ആ റിസൾട്ട് പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടൻ്റാണ്. എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യൂ. അപ്പോൾ x/2 √a² - x², റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എന്തോ അത്, പ്ലസ് a²/2 sin ഇൻവേഴ്സ് x/a. a² 5² ആണെങ്കിൽ a എന്താ 5. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ ആൻസർ. അതിന് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. എക്സിന് ആദ്യം 5 കൊടുക്കുക, എന്നിട്ട് അടുത്തത് എക്സിന് 0 കൊടുക്കുക. 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കിട്ടും 5/2 √5² - 5² പ്ലസ് 5²/2 sin ഇൻവേഴ്സ് 5/5. 0 കൊടുക്കണം നിർബന്ധമല്ല, കാരണം ഇവിടെ 0 കൊടുക്കുന്ന സമയത്ത് ഈ ടേം 0 ആവും. ഇവിടെ 0 കൊടുക്കുമ്പോൾ sin ഇൻവേഴ്സ് 0, അതും 0. അപ്പോൾ രണ്ടും 0 + 0 0 എന്ന് പറഞ്ഞേ വരും. അതവിടെ ഒഴിവാക്കാം. എന്നിട്ട് അടുത്തതിൽ 5² - 5² 0 ആകുന്നത് കൊണ്ട് ആ ടേം മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ ഇതും 0 ആയി പോകുന്നത് കൊണ്ട് നിങ്ങൾ അതും എഴുതണ്ട. പിന്നെ ബാക്കിയുള്ളത് 16/5 പുറത്തുള്ളതും ഈ 25/2 × sin ഇൻവേഴ്സ് 5/5 എന്ന് പറഞ്ഞാൽ sin ഇൻവേഴ്സ് 1. sin ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ, ശരിയല്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തു. 16/2 8, 25/5 5, 8 × 5
ഈ 8 2 ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 8/2 4, അപ്പോൾ 4 × 5 പൈ എന്ന് കിട്ടും, അതായത് 20 പൈ. 20 പൈ ആയിരിക്കും എന്ത് ഈ എലിപ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സർക്കിളിൻ്റെതാണെങ്കിലും ഏകദേശം ഇങ്ങനെ തന്നെയാണ് വരിക, അതും കൂടി പഠിച്ചു വെക്കണം. റെഡി. അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അത് അധികം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവുക. dy/dx പ്ലസ് py = q. ഈ ടൈപ്പിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അപ്പോൾ dy/dx തന്നെ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നിങ്ങൾ എല്ലാ ടേമും വെച്ച് ഡിവൈഡ് ചെയ്ത് ഇവിടെ dy/dx മാത്രമാക്കി മാറ്റണം. പ്ലസ് py = q. വൈയുടെ കൂടെ ഉള്ളത് എന്തോ അത് p ആൻഡ് റൈറ്റ് സൈഡിൽ ഈക്വൽ ടു കഴിഞ്ഞുള്ളത് അതാണ് q. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ എഴുതേണ്ടത് p എന്താണെന്ന് എഴുതുക. വൈയുടെ കൂടെ ഉള്ളത് അവിടെ 1/x y × p. അപ്പോൾ p എന്ന് പറഞ്ഞാൽ അവിടെ 1/x, q എന്ന് പറഞ്ഞാൽ x². എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് തന്നെ ചോദിക്കും. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. e⁻∫ pdx. p എന്ന് പറഞ്ഞാൽ 1/x അല്ലേ, അപ്പോൾ e⁻∫ 1/x dx. 1/xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് x ആണ്, അപ്പോൾ log x എഴുതിയാലും മതി. ഈയും ലോഗും ഒരുമിച്ച് വന്നാൽ, അതായത് e⁻log വന്നിട്ടുണ്ടെങ്കിൽ ഈയും ലോഗും ക്യാൻസൽ ചെയ്തു, യു വിൽ ഗെറ്റ് x. അപ്പോൾ x ആണ് എന്ത് നിങ്ങളുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി അടുത്തത് ഇതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx എന്നാണ് വരിക. y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ x. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കി ഇവിടെ x², ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ x. x² × x എന്ന് പറഞ്ഞാൽ x3, അപ്പോൾ x³ dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫൈൻ. ഇവിടെ yx ഉണ്ട്, x³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁻³ + 1/3 + 1 അല്ലേ, അതായത് x⁻⁴/4 + c. ഇതാണ് ആൻസർ. ഇനി ഇതേ സംഭവം തന്നെ ഫൈൻ ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. x = ഇത്ര, y = ഇത്ര എന്നാകുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം x-നും y-ക്കും അവർ പറഞ്ഞ വാല്യൂസ് എത്രയാണോ അതങ്ങ് കൊടുത്തു നോക്കാം. അപ്പോൾ സീൻ്റെ ഒരു വാല്യൂ കിട്ടും ഇവിടുന്ന്. ഇപ്പോൾ x-നും y-ക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറയുകയാണ് y 0-ഉം x 1-ഉം ആണെന്ന് വിചാരിച്ചു. y 0 ആണെങ്കിൽ 0 × 1 = 1/4/4 വരും, അപ്പോൾ 1/4 + c = 0 എന്ന് വരും. ഇതിങ്ങോട്ട് വന്നാൽ -1/4 = c. പിന്നെ നിങ്ങൾ ആ സീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ സിക്ക് പകരം ആ വാല്യൂ അങ്ങ് കൊടുക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടി, പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. അതും കൂടി പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചില ചോദ്യത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു 1 + x² ഒക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു x ഇവിടെ അധികം വന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ എല്ലാ ടൈമിനും നിങ്ങൾ x കൊണ്ട് ഒന്നുകൂടി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ആൻഡ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വെക്റ്റർ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. 2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങളൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, കാരണം ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് വെക്റ്റർ. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ അതർ വെക്റ്റർ. എ ബിയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് ഈ വെക്റ്റർ ഓൺ ദിസ് വെക്റ്റർ, രണ്ടിനും എയും ബി എന്ന് പറഞ്ഞു കൊടുത്തോ. അപ്പോൾ എ ബിയിൽ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ ആണെങ്കിൽ ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, a.b / മാഗ്നിറ്റ്യൂഡ് ബി. a.b എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? ഇത് രണ്ടും നമ്മളുടെ ഡോട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഉള്ളത് നോക്കുക, 1-ഉം 7-ഉം, അപ്പോൾ 1 × 7 പ്ലസ് ഇവിടെ ജെൻ്റെ കൂടെ ഉള്ളത് 3 - 1-ഉം, 3 × -1 പ്ലസ് ഇവിടെ കെൻ്റെ കൂടെ 7 × 8. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 7 + -3 + 56 എത്ര കിട്ടുക? 7 - 3 4 4 + 56 60. ഇനി അടുത്തത് മാഗ്നിറ്റ്യൂഡ് ബി. ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക? അതിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റ് 7, ജെൻ്റെ കൂടെ -1, കെൻ്റെ കൂടെ 8, അതെല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുക. 7² + -1² + 8², 49, 1 50, 50ഉം 64, 114. അതിൻ്റെ റൂട്ട് 114 റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ റൂട്ട് 114 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ 60/√114. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് വെച്ചു. അടുത്തത് ഈ ചോദ്യം ക്രോസ് പ്രോഡക്റ്റ് വെച്ചുള്ള ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏരിയ ഓഫ് പാരലലോഗ്രാം ആണ് ചോദ്യം. ഇതേപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് A×B ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ. പാരലോഗ്രാമിൻ്റെ ഏരിയ ആണെങ്കിൽ A×Bയുടെ മാഗ്നിറ്റ്യൂഡ്. പഠിച്ചു വെക്കണേടാ, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. 4 മാർക്കിനോ 3 മാർക്കിനോ എക്സ്പെക്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? 2 അഡ്ജസൻറ്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം തന്നിട്ടുണ്ട്. ഇത് ട്രയാങ്കിളിൻ്റെതാണെങ്കിലും സെയിം മെത്തേഡ്, അവസാനം ഉത്തരം മാറ്റി കൊടുത്താൽ മതി. എയും ബിയും നിങ്ങൾ ചെയ്യേണ്ടത് A×B ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പാരലോഗ്രാമിൻ്റെ ഏരിയ മാഗ്നിറ്റ്യൂഡ് ഓഫ് A×B. എങ്ങനെ A×B ഫൈൻഡ് ചെയ്യുക? A×B ഒരു ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് റോൾ i j ക്ക് കൊടുക്കുക. രണ്ടാമത്തെ റോൾ എൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റ് 3, ജെൻ്റെ കൂടെ 1 4 3 1 4. അടുത്തതിൽ 1, ജെൻ്റെ കൂടെ -1, കെൻ്റെ കൂടെ 1 1 -1 1. ഡിറ്റർമിനൻ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തു. i ക്യാപ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 1 × 1 1 -4 വരും അല്ലേ. രണ്ടാമത്തതിന് മൈനസ് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തത് പ്ലസ്, രണ്ടാമത്തത് മൈനസ്. അപ്പോൾ പ്ലസ് -j ആണ് വരിക. -j ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, 3 × 1 3 -1 × 4 4 പ്ലസ് k ക്യാപ് ഇൻറ്റു റോ ക്യാൻസൽ, കോളം ക്യാൻസൽ, -3 -1 വരും. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് 5i + j - 4k കിട്ടും.
ഇതിന് മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്ത് നോക്കും. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക വെക്ടറിൻ്റെ? 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ അതിൻ്റെ സമ്മ്, സോറി അതെടുത്തിട്ട് അതിൻ്റെ റൂട്ട്, അതെല്ലാം കൂടി ചെയ്താൽ നിങ്ങൾക്ക് റൂട്ട് 42 കിട്ടും. ഇതാണ് ആ പാരലലോഗ്രാമിൻ്റെ ഏരിയ. ഇനി ഇതേ സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ചോദിക്കാം, A is equal to B is equal to 2 വെക്റ്റർ, ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A and B ചോദിക്കാം. വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് A and B ചോദിച്ചാലും A ക്രോസ് B ആയിരിക്കും ഫൈൻഡ് ചെയ്യേണ്ടി വരിക. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിലും ഈ A ക്രോസ് B ഫൈൻഡ് ചെയ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യാം. ഇത് ട്രയാങ്കിളിൻ്റെ 2 അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? ½ × √42 വരും. അതേ വ്യത്യാസമുള്ളൂ. ഒരു ഹാഫും കൂടി വന്നാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ, അല്ലെങ്കിൽ അത് പാരലോഗ്രാമിൻ്റെ ഏരിയ. പഠിച്ചിരിക്കണം കേട്ടോ. ആൻഡ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. ഇത് തന്നിട്ടുള്ളത് വെക്റ്റർ ഫോമില. കാർട്ടീഷ്യൻ ഫോം തന്നാലും എങ്ങനെ എഴുതേണ്ടതെന്ന് പഠിച്ചിരിക്കണേ. അവിടെ A1ഉം B1ഉം A2ഉം B2 എഴുതേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ ഉണ്ട്. ആൻഡ് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. ഇത് രണ്ട് ലൈൻ്റെ വെക്റ്റർ ഇക്വേഷനാണ് തന്നത്. 3D എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ആയിരിക്കും ചോദിക്കുക. അതും പഠിച്ചു വെക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ D is equal to A2 minus A1 dot B1 cross B2 divided by magnitude of B1 cross B2. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പറഞ്ഞൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇവിടുന്ന് ഓരോന്ന് എടുക്കുക. A1 എന്ന് പറഞ്ഞാൽ ഈ വെക്ടറും B1 എന്ന് പറഞ്ഞാൽ ഇതും, A2 ഇതും B2 ഇതും. അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഒരു ലൈന് തന്നാൽ ഒരു ലാംഡ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും. ആ കോൺസ്റ്റന്റിന്റെ കൂടെ ഉള്ളതായിരിക്കും B വെക്ടർ. ഇവിടെ 2 ഉള്ളത് കൊണ്ട് ഇത് B1 എന്ന് കൊടുക്കാം, ഇത് A1 എന്ന് കൊടുക്കാം. ഇത് A2 ആയിരിക്കും ആൻഡ് ഇതെന്തായിരിക്കും? B2 ആയിരിക്കും. അത് എഴുതുക ആദ്യം. എന്നിട്ട് ഇക്വേഷനിൽ വേണ്ട A2 minus A1 ഫൈൻഡ് ചെയ്യാം. സിമ്പിൾ അല്ലേ? A2 നിന്ന് A1 മൈനസ് ചെയ്യുക, 2 നിന്ന് 1 മൈനസ് ചെയ്യുക, 1. അപ്പോൾ 1 × I. -1 നിന്ന് 2 മൈനസ് ചെയ്യുക, -3. അപ്പോൾ -3J. 4 നിന്ന് 1 മൈനസ് ചെയ്യുക, 4 - 1 3. അപ്പോൾ 3K. ഇനി B1 ക്രോസ് B2 ഫൈൻഡ് ചെയ്യണം. B1 ക്രോസ് B2 1 1 1 1 1 1 2 1 2 2 1 2. B1 ക്രോസ് B2 ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത രീതി ഫൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. I ക്യാപ്പ് പ്ലസ് 0J ക്യാപ്പ് മൈനസ് K ക്യാപ്പ്. 0J ക്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി ഫൈൻഡ് ചെയ്ത് വെച്ചു. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ √1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ 1 പ്ലസ് 1 വരും, അതായത് √2. അതും കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് വരുന്ന സമയത്ത് A2 minus A1 ഡോട്ട് B1 ക്രോസ് B2. A2 minus A1 ഒരു വെക്ടർ കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ട്. ഡോട്ട് B1 ക്രോസ് B2 ഒരു വെക്ടർ കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് അത് നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ. അപ്പോൾ അത് 1 × 1 പ്ലസ് -3 × 0 പ്ലസ് 3 × -1. അപ്പോൾ 1 - 3 -2 ആൻസർ. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താ? ഇതിൻ്റെ വാല്യൂ ഇതാ. ഇതിനൊരു ഡിറ്റർമിനൻ്റ് ഇട്ടിട്ടുണ്ട്, സോറി മാഗ്നിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. ആ മാഗ്നിറ്റ്യൂഡ് ഇടണം, നിർബന്ധമാണ്. കാരണം അഥവാ നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇവിടെ നെഗറ്റീവ് വന്നു ഓൾറെഡി. A2 minus A1 ഡോട്ട് B1 ക്രോസ് B2 -2 വന്നു. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 √2. അപ്പോൾ ആൻസർ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് 2/√2. ഈ 2നെ √2 × √2 എന്ന് എഴുതാം. ഒരു √2 താഴത്തും മുകളിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ ഈസ് √2. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻറ്റ്, പഠിച്ചിരിക്കണം. അടുത്തത് LPPയിൽ നിന്ന് എന്തായാലും ഇത് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. 6 മാർക്കിന് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബിളി ഇത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിക്കോ. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമൈസ് Z is equal to 3x plus 2y subject to x plus 2y less than or equal to 10, 3x plus y less than or equal to 15, x, y greater than or equal to 0. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യാം? വാല്യൂ ഫംഗ്ഷൻസ് ഒക്കെ മാറിയേക്കാം കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. മാക്സിമൈസ് ഉള്ളത് മിനിമൈസ് ആയേക്കാം, ഈ കോൺസ്ട്രെയിൻസ് മാറിയേക്കാം. ഓക്കെ, പക്ഷെ പഠിച്ചിരിക്കണം. നോക്ക്, ആദ്യം x plus 2y ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് എഴുതുക. 3x plus y ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ് എഴുതുക. ചിലപ്പോൾ വേറെ ലൈൻ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതുക. ലീനിയർ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട. എക്സിന് പകരം 0 കൊടുക്കുക. എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ 2y ഈക്വൽ ടു 10 കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 5 നോട്ട് ചെയ്യാം. വൈക്ക് പകരം 0 കൊടുത്താൽ x ഈക്വൽ ടു 10 കിട്ടും. അത് നോട്ട് ചെയ്യുക. x ഈക്വൽ ടു 10, അപ്പോൾ y 0. ഓക്കെ, ഇവിടെയും അതേപോലെ എക്സിന് 0 കൊടുക്കുമ്പോൾ y 15 കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ 3x ഈക്വൽ ടു 15, x ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? x 0 ആകുമ്പോൾ y 5, ഈ ഒരു ലൈന് വരയ്ക്കുക. x 0 ആകുമ്പോൾ y 5, x 10 ആകുമ്പോൾ y 0. x 0 ആകുമ്പോൾ y 5, അപ്പോൾ ഇത് y 0 ആകുമ്പോൾ x 10, ഇത്. അപ്പോൾ ആ ലൈന് നിങ്ങളൊന്ന് വരയ്ക്കുമ്പോൾ x plus 2y equal to 10 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെ കിട്ടും. രണ്ടാമത്തത് ഇതേപോലെ x 0 ആകുമ്പോൾ y 15, അപ്പോൾ x 0 ആകുമ്പോൾ y 15 ഇവിടെ വരും കേട്ടോ. നിങ്ങൾക്ക് ഈ എടുക്കുന്ന യൂണിറ്റ്സേ നിങ്ങളത് പോയിന്റ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിവിടെ 2468 എന്നാണ് എടുത്തത്. നിങ്ങൾക്ക് 1 മുതൽ ഇവിടെ 10 ആളത്, അവിടെ മാക്സിമം 15, അപ്പോൾ 15 വരെയൊക്കെ വരയ്ക്കണം. നിങ്ങളുടെ സൗകര്യം പോലെ എടുത്താൽ മതി പോയിന്റ് കേട്ടോ. x 5 ആകുമ്പോൾ y 0, x 5 ആകുമ്പോൾ y 0, x 5 ആകുമ്പോൾ y 0. എന്നിട്ട് ആ ലൈനും വരയ്ക്കാം. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യണ്ടേ? ഈ ലൈൻ്റെ ഇക്വേഷൻ നോക്കുക. ഇനീക്വാലിറ്റീസ് സൈന് വരുന്നത് 0 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു നോക്കാം. സാധാരണ നമ്മൾ 0 0 കൊടുക്കുന്ന ഏത് വേണമെങ്കിലും കൊടുക്കട്ടോ. ആക്ച്വലി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആ ലൈനിൽ ഇല്ലാത്തൊരു പോയിന്റ് കൊടുത്താൽ മതി.
0 എക്സിനും വൈക്കും പകരം കൊടുക്കുമ്പോൾ 0 + 2 × 0 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇത് ട്രൂ ആണെങ്കിൽ ആ 0 വരുന്ന ഭാഗത്തേക്ക് ആ ലൈനിനെ സംബന്ധിച്ചിടത്തോളം 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ താഴോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ലൈനിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് 0 കൊടുക്കുമ്പോൾ 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണ്. അപ്പോൾ 0 + 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ട്രൂ ആണ്. അപ്പോൾ 15 ആ ലൈനിൽ 0 വരുന്ന ഭാഗത്ത് ആ ഒരു ഹാഫ് പ്ലെയിൻ ഉണ്ടാവും, ആ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, x > (= 0 y > (0). ഇതിൻ്റെ അർത്ഥം എക്സും വൈൻ്റെയും വാല്യൂ പോസിറ്റീവ് ആകുന്നത് എക്സും വൈയും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ എന്തായാലും ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേ വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിലും ഇപ്പം നിങ്ങൾ രണ്ടും താഴോട്ട് മാർക്ക് ചെയ്ത് അതിൽ കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ നോക്കുക. ഈ റീജിയൻ ആണ് കോമൺ ആയിട്ടുള്ളത്. ആ കോമൺ റീജിയൻ മാർക്ക് ചെയ്യുക. ദിസ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഇത്ര പോലെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫീസിബിൾ റീജിയൻ അന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇനി ഇതിൻ്റെ കോർണർ പോയിന്റ്സ് നോക്കുക. ഒന്ന് ഇത് 0 0, ഒന്ന് ഇതേതാ പോയിന്റ് 5 കൂടിയല്ല കടന്നു പോകുന്നത്, x ആക്സിലായതുകൊണ്ട് 5 0. ഇതും 5 കൂടിയാണ് കടന്നു പോകുന്നത്, y ആക്സിലായതുകൊണ്ട് 0 5. ഈ പോയിന്റ് കണ്ടെത്തണമെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നിങ്ങൾ കറക്റ്റ് അളവെടുത്താണ് വരച്ചതെങ്കിൽ നേരെ ഇത് x ആക്സിലേക്ക് എവിടെ കൂട്ടിമുട്ടുന്നു നോക്കുക. 4ൻ്റെയും 6ൻ്റെയും നടുവിലാണ്. അപ്പോൾ ഇത് എവിടെ ആയിരിക്കും? ഈ പോയിന്റ് എന്തായിരിക്കും? 4ൻ്റെയും 6ൻ്റെയും നടുവിലാണെങ്കിൽ 4ൻ്റെയും 6ൻ്റെയും നടുവിലല്ല, 4-ലല്ലേ കറക്റ്റ്. അപ്പോൾ നേരെ താഴോട്ടേക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ എക്സിൽ ഇത് 4 ആയിരിക്കും. വൈയിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 4ൻ്റെയും 2ൻ്റെയും നടുവിലാണ്. അപ്പോൾ 3, x 4ഉം y 3ഉം 4 3 ആണ് ആൻസർ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താ വൈ എന്ന് വെച്ചാൽ ഈ രണ്ട് ലൈൻ്റെ ഇക്വേഷനും എടുക്കുക. 3x + y = 15ഉം x + 2y = 10ഉം. ഇത് രണ്ടും കൂടി ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. പെയർ ഓഫ് ഇക്വേഷൻ ആയില്ലേ. കോയിഫിഷ്യൻ്റ് ഏതോ സെയിം ഉണ്ടോ നോക്കി. ഇല്ല, ഇവിടെ 3x ഇവിടെ x ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 1നെ വെറുതെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെയും 2y ആവും, ഇവിടെയും 2y ആവും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 2y = 30. അപ്പോൾ ആ 2ഉം 3ഉം സബ്ട്രാക്ട് ചെയ്യാണ്. 10 - 30 - 20, 2y - 2y 0, x - 6x - 5x. -5x - 20 ആണെങ്കിൽ x = 4. എക്സിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് y = 3 എന്നും കിട്ടും. അതായത് x 4 y 3. അപ്പോൾ 4,3 അതാണ് കോർഡിനേറ്റ്. അപ്പോൾ രണ്ടിലും കോമൺ ആയുള്ള പോയിന്റ് ഏതാ? 4 3. അപ്പം 4 കോർണർ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 4 കോർണർ പോയിന്റ്സും അങ്ങനെ എഴുതുക. എന്നിട്ട് കോർണർ പോയിന്റ്സ് ചെയ്താൽ നിങ്ങളുടെ സെഡിൻ്റെ വാല്യൂ എന്താണോ? 3x + 2y. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ? മാക്സിമൈസ്. അപ്പോൾ നിങ്ങൾ ഈ 0 0 ഇവിടെ എക്സിനും വൈക്കും പകരം കൊടുത്തേ. അപ്പോൾ എക്സിനും വൈക്കും പകരം കൊടുക്കുമ്പോൾ 3 × 0 + 2 × 0 അത് 0 കിട്ടും. 5 0 കൊടുക്കുമ്പോൾ 15 കിട്ടും. 0 5 കൊടുക്കുമ്പോൾ 10 കിട്ടും. 4ഉം 3ഉം എക്സിനും വൈക്കും പകരം കൊടുക്കുമ്പോൾ 18 കിട്ടും. ഇതിലെ മാക്സിമം വാല്യൂ ഏതാ? ഇതാണ് മാക്സിമം വാല്യൂ വരുന്നത്. മാക്സിമൈസ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയാ? മാക്സിമം ഓഫ് z = 3x + 2y ഈസ് 18. ഏത് പോയിന്റിൽ? അറ്റ് 4,3 എന്ന് പറയുന്ന പോയിന്റിൽ. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? മാക്സിമൈസ് ചോദിച്ചാൽ അങ്ങനെ. മിനിമൈസ് ആണെങ്കിലോ ഏറ്റവും മിനിമം ഏതാ? 0. ഏത് പോയിന്റിലാണ്? 0 0. സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഈസി. ലാസ്റ്റ് പ്രോബബിലിറ്റിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടിയും പറഞ്ഞു തരാം. പ്രോബബിലിറ്റിയിൽ എന്തായാലും കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ബേസ് തിയറത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബേസ് തിയറം നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല, നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ബേസ് തിയറം എല്ലാവർക്കും അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ലൈവിൽ ഡിസ്കസ് ചെയ്യാം. സോ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒരു ചോദ്യം, ഒരു മിക്സഡ് ക്വസ്റ്റ്യൻ എല്ലാം കൂടി ഉണ്ട് ഇതിൽ. നോക്കും. P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്, P of B given A തന്നിട്ടുണ്ട്. ഫസ്റ്റ് P of A intersection B ആണ് ചോദിച്ചത്. ഈ കണ്ടീഷണൽ പ്രോബിലിറ്റിയും A intersection B എങ്ങനെ കണക്ട് ചെയ്തിരിക്കുക? P of B given A എന്ന് പറഞ്ഞാൽ P of A intersection B ഡിവൈഡഡ് ബൈ ഇത് ഓൾറെഡി നടന്ന ഇവന്റ് P of A. അപ്പോൾ P of A intersection B വേണ്ടത്. P of B given A അറിയാം, P of A അറിയാം. P of B given A 0.4, P of A intersection B അറിയില്ല. P of A എന്ന് പറഞ്ഞാൽ 0.8. ഇത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 0.4 × 0.8 അതായിരിക്കും P of A intersection B which is equal to 0.32. സിമ്പിൾ കാര്യം. അടുത്തത് P of A given B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P of A intersection B ഡിവൈഡഡ് ബൈ P of B ആണ്. P of A intersection B ഡിവൈഡഡ് ബൈ P of B. P of A intersection B എത്രയാ? 0.32 ഇപ്പം കിട്ടി. P of B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5. രണ്ടുകൂടിയും കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 0.64 കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അപ്പോൾ അതും കിട്ടി. അടുത്തത് P of A union B ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതുക? നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. P of A + P of B - P of A intersection B. P of A അറിയാം, P of B അറിയാം, P of A intersection B അറിയാം. ഇത് രണ്ടും ആഡ് ചെയ്യുക. -0.32. 1.3 - 0.32 0.98. ഓക്കെ ആണ്.
ചില സമയത്ത് ഇതേ ചോദ്യം തരും, എന്നിട്ട് പറയും എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെന്ന് ചില സമയത്ത് ചോദിക്കാറുണ്ട്. അത് നോട്ട് ചെയ്തോ. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ചോദ്യമായിരിക്കും. അവിടെ ഒരൊറ്റ മാറ്റം ഉണ്ടാവും. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ ഇവിടെ കാണാൻ ഭയങ്കര ഈസിയാണ്. പി ഓഫ് എയും പി ഓഫ് ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനത്തെ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു 30 മാർക്കോളം എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു ഐഡിയയും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാം. ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ ലൈവിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ ചെയ്ത് വെക്കുക. ആൻഡ് വീണ്ടും ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് തരാം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. രാത്രിയത്തെ ലൈവിൽ ഉണ്ടാകണം, 5 മണിത്തെ ലൈവിൽ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.